നമസ്കാരം. എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് അവർക്കും സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അഫാൻ മൊഴി നൽകിയിരിക്കുന്നത് കടബാധ്യതയാണ്, സാമ്പത്തിക പ്രതിസന്ധിയാണ് തന്നെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ്. താൻ തന്നെയാണ് ഈ കൊലപാതകങ്ങൾക്ക് നടത്തിയത്, ഈ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഓരോരുത്തരെയും കൊലപ്പെടുത്തിയത് എന്നതടക്കമുള്ള വിശദീകരണമൊക്കെ അഫാൻ നൽകിയതാണ്. എന്തായാലും പോലീസ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഭാഗ്യസമ്മർദ്ദങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. പുറത്തുനിന്ന് ആരുടെയെങ്കിലും സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും വിശദമായി പരിശോധിക്കാനാണ് പോലീസിൻ്റെ നീക്കം. കൂട്ടക്കൊലപാതകത്തിലെ ഭാഗ്യസമ്മർദ്ദങ്ങളുടെ സാന്നിധ്യം സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തും. വിവിധ ഫോൺ വിവരങ്ങളും ചില മൊഴികളിലെ വൈരുദ്ധ്യവും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊലപാതകത്തിന് മറ്റു കാരണങ്ങളുണ്ടോ എന്നതുകൂടി പോലീസ് അന്വേഷിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് തുടക്കം മുതൽ തന്നെ മറ്റെന്തെങ്കിലും കാരണം ഇവരെ കൊലപ്പെടുത്താനുണ്ടോ എന്ന ഒരു സംശയം മുന്നോട്ട് വെച്ചിരുന്നു. അത്തരത്തിലുള്ള അന്വേഷണം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിൻ്റെ നീക്കം. മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ, ഭാഗ്യസമ്മർദ്ദങ്ങളുണ്ടോ എന്ന കാര്യത്തിലും ഒരു വിശദമായ അന്വേഷണം തന്നെ പോലീസ് നടത്താൻ ഉദ്ദേശിക്കുകയാണ്. കടബാധ്യതയാണ് സംഭവത്തിന് കാരണമെന്ന് പ്രതി അഫാൻ പ്രാഥമിക മൊഴി നൽകിയിരിക്കുന്നു എങ്കിൽ പോലും മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൂടി ഉണ്ടോ എന്നതും വിശദമായി അന്വേഷിക്കുക എന്ന ലക്ഷ്യത്തോടെ അന്വേഷണ സംഘം നിർണായകമായ നീക്കങ്ങൾ നടത്തുകയാണ്. ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. അന്വേഷണ സംഘം ഇതുവരെ കിട്ടിയ തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ വിശദമായ രൂപരേഖ തയ്യാറാക്കുന്നതിന് തുടക്കമിട്ട് കഴിഞ്ഞു. അതായത് സംഭവത്തിൻ്റെ സാഹചര്യ തെളിവുകളുടെ പിൻബലത്തിനായി കൂടുതൽ സാക്ഷി മൊഴികൾ കൂടി ചേർക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഈ കൊലപാതകം നടന്ന സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയ തെളിവുകളുടെ രാസപരിശോധന ഫലം കൂടി കിട്ടാനുണ്ട്. അതും ഏറെ നിർണായകമായി മാറും. എന്തായാലും ഈ കൊലപാതകങ്ങളൊക്കെ നടന്നത് 3 സ്ഥലങ്ങളിലായിട്ടാണ്. അതുകൊണ്ട് തന്നെ 3 പോലീസ് സ്റ്റേഷനുകളായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ പാങ്ങോട്, വെഞ്ഞാറമൂട്, കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലാണ് ഈ കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ളവ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി വിവിധ പരിശോധനാ ഫലങ്ങൾ കൂടി എത്തുന്നതോടെ കുറ്റപത്രം തയ്യാറാക്കുന്നതിനുള്ള നടപടികൾക്ക് പോലീസ് തുടക്കമിടും. എന്തായാലും സാഹചര്യ തെളിവുകൾ അതുണ്ടെങ്കിൽ പോലും അതിൻ്റെ പിൻബലം അതൊന്ന് ഊട്ടി ഉറപ്പിക്കാനായി കൂടുതൽ സാക്ഷിമൊഴികൾ കൂടി ചേർക്കേണ്ടതായിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അഫാൻ ഞാൻ കൊലപാതകം നടത്തി എന്ന് പറയുമ്പോൾ പോലും മറ്റ് ഒരു പിൻബലത്തിനായി മറ്റു മൊഴികളൊന്നുമില്ല. പിന്നെ ഷെമിയുടെ മൊഴിയുമാണ് നിലവിലുള്ളത്. മറ്റു മൊഴികൾ കൂടി കൂട്ടിച്ചേർക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ആയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സാക്ഷിമൊഴികളൊക്കെ ഈ കേസിന് കൂടുതൽ പിൻബലം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കടബാധ്യത നെറുകയിൽ കയറി അഫാന്റെ കുടുംബം ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നതാണ്. ഇക്കാര്യം വീട്ടിലും ചർച്ച ചെയ്തു. ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി വരാനുണ്ട്. കൂട്ടക്കൊലയ്ക്ക് മുൻപ് യൂട്യൂബിൽ മരിക്കുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ കണ്ടു എന്ന് പ്രതി അഫാൻ അന്വേഷണ സംഘത്തിന് മുമ്പിൽ മൊഴി നൽകി. ഈ ദൃശ്യങ്ങൾ ഉമ്മ ഷെമിയെയും താൻ കാണിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് പോലീസിനോട് അഫാൻ പറഞ്ഞു എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഉമ്മ ഷെമിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അതിനായിട്ടുള്ള കൂടുതൽ ചോദ്യം ചെയ്യൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് കരുതുന്നത്. അഫാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും വസ്തുതയുണ്ടോ, അത്തരത്തിൽ കൂട്ട ആത്മഹത്യയ്ക്കായി വീഡിയോ കണ്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും തന്നെ ആക്രമിച്ചത് അഫാൻ തന്നെയാണ് എന്ന് അഫാനെതിരെ ഷെമി നിർണായകമായ മൊഴി നൽകിയിട്ടുണ്ട്. ആക്രമിച്ചത് അഫാൻ തന്നെ എന്ന ആ ഒരു മൊഴിയിൽ പാങ്ങോട് പോലീസിന് മുന്നിലും അതുപോലെ തന്നെ വെഞ്ഞാറമൂട് പോലീസിന് മുന്നിലും ഷെമി ആ ഒരു മൊഴി തന്നെയാണ് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. അഫാൻ കഴുത്തിൽ ഞെരിച്ചു, ഉമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പിന്നിൽ നിന്ന് ഷോൾ കൊണ്ട് കഴുത്ത് ഞെരിച്ചു എന്നാണ് മൊഴി. കിളിമാനൂർ CI മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. കട്ടിലിൽ നിന്ന് വീണ് തല തറയിൽ ഇടിച്ചുണ്ടായ മുറിവെന്നാണ് ആദ്യം ഷെമി മൊഴി നൽകിയത്. അതിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക്, സത്യമൊഴിയിലേക്ക് ഷെമി എത്തിയത് എന്തുകൊണ്ടാണ് എന്നതും ഇപ്പോഴും ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. എന്തായാലും യഥാർത്ഥ മൊഴിയൊക്കെ ഷെമി പറഞ്ഞു കഴിഞ്ഞു. ഈ മൊഴിയിൽ ഇപ്പോൾ ഷെമി ഉറച്ചു നിൽക്കുന്നുണ്ട്. വയോജന കേന്ദ്രത്തിൻ്റെ സംരക്ഷണത്തിലാണ് ഷെമി ഇപ്പോൾ ആയിരിക്കുന്നത്.
മാത്രമല്ല അഫാൻ വിഷം കഴിച്ചതുമായി ബന്ധപ്പെട്ട് നടന്ന രാസപരിശോധനയിൽ ഉള്ളിൽ ചെന്ന എലിവിഷത്തിൻ്റെ അളവ് ചെറിയ തോതിൽ മാത്രമായിരുന്നുവെന്ന് അധികൃതർ കണ്ടെത്തിയിരുന്നു. അത് തീർച്ചയായിട്ടും ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയ ശേഷം വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങിയ പ്രതി താൻ എലിവിഷം കഴിച്ചിട്ടുണ്ട് എന്ന് കൂടി പറഞ്ഞിരുന്നു. അപ്പോൾ ആ എലിവിഷത്തിൻ്റെ അളവ് കുറച്ച് മാത്രമേ ഉള്ളൂ എന്നാണ് ഈ ഒരു പരിശോധനയിൽ കണ്ടെത്താൻ സാധിച്ചത്. എലിവിഷം ശീതളപാനീയത്തിൽ ചേർത്താണ് കഴിച്ചതെന്നും പിന്നീടാണ് മദ്യപിച്ചതെന്നും അഫാൻ പോലീസിന് മൊഴി നൽകിയിരുന്നു. എന്തായാലും ഇനിയും പരിശോധനാ ഫലം കിട്ടാനുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും സാക്ഷിമൊഴികളെ ചേർക്കുക, രാസപരിശോധന ഫലം കിട്ടുക, രൂപരേഖ തയ്യാറാക്കുക, എത്രയും വേഗം കുറ്റപത്രം സമർപ്പിക്കുക. ഇതാണ് ഇനി അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ ദൗത്യം. അതേസമയം അഫാനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല, ഇനി കാണണമെന്ന് ഒട്ടും ആഗ്രഹമില്ല എന്നതടക്കമുള്ള പ്രതികരണം പിതാവ് നടത്തിയിരുന്നതും ശ്രദ്ധേയമാണ്. കൂട്ടക്കൊലപാതകം നടന്ന വീട്ടിലേക്ക് പോകാനാകാത്ത അവസ്ഥയിലാണ് ആ കുടുംബം ഇപ്പോൾ ആയിരിക്കുന്നത്. നമുക്ക് അവസ്ഥയൊക്കെ അറിയാവുന്നതാണ്. അത്രയും ഭീകരമായ സംഭവ വികാസങ്ങൾ അരങ്ങേറി ആ വീട്ടിലേക്ക് ഇനി പോവുക അവരെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. അതിനിടയിൽ അവർക്ക് വീട് വാഗ്ദാനം ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരിടത്തേക്കും പോകാൻ പറ്റാത്ത ഈ അവസ്ഥയിൽ അവർക്കൊരു ആശ്വാസമായത് മാറിയിരിക്കുകയാണ്. എന്തായാലും തെളിവെടുപ്പുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. 3ാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായതോടെ കൂട്ടക്കൊലപാതക കേസിൽ അന്വേഷണം പൂർത്തിയാക്കി ഇനി കുറ്റപത്രം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് പോലീസ് അടുക്കുകയാണ്. ഫെബ്രുവരി 24-നാണ് അതിക്രൂരമായ കൊലപാതക പരമ്പരകൾ അരങ്ങേറിയത്. കനത്ത കടബാധ്യതയെ തുടർന്ന് അഫാൻ 5 ക്രൂര കൊലപാതകങ്ങൾ നടത്തി. അതിൽ ഉമ്മ മാത്രം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്തായാലും കേസിലെ നിർണായകമായ ഘട്ടങ്ങളിലേക്ക് ഇനിയും കടക്കേണ്ടതായിട്ടുണ്ട്. കുറ്റപത്രം സമർപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത. അതിന് നമ്മൾ ഈ നാട്ടുകാരുമായി നേരത്തെ അതിരാവിലെ ഇന്നലെ